question n number of links എന്ത് വന്നാലും the procedure for completing the velocity diagram ഇതാണ്. Only thing that you have to remember is for links which are forming the turning pairs, always the velocity vector will be perpendicular to the orientation of the links. While if the links are forming a sliding pair, that corresponding velocity vector for the sliding object or the body will be always parallel to the sliding surface or path, direction of movement. അതിനൊക്കെ parallel ആയിട്ടായിരിക്കും അതിന്റെ velocity vector വരിക. So this will complete your velocity diagram. Now, after completing the velocity diagram, what are the things that you are required to find out? എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? Tell me, ഏതൊക്കെയാണ്? ഞാൻ പറഞ്ഞു ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? ഏതൊക്കെയാണ്? Velocity of point P, VP. Okay, velocity of point P കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? Okay. Velocity of point V എന്ന് പറഞ്ഞാൽ it is nothing but velocity of PO. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തെ എന്താ? Omega PB. Omega PB. Omega PB. Angular velocity of connecting rod അല്ലേ? Angular velocity of connecting rod. Next എന്താ ചോദിച്ചിട്ടുള്ളത്? Sir, velocity of E. ഒരു പോയിന്റ് E തന്നിട്ടില്ലേ? അതിന്റെ വെലോസിറ്റി ചോദിച്ചിട്ടുണ്ട്. Where is this point E located? Connecting rodന്റെ മേലെയാണ് E എന്ന് പറഞ്ഞ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. Correct? So this much is the required value. Now, how will you find out velocity of PO? ഇതിന്റെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? Tell me. Sir, velocity diagram OP ആ ലെങ്ത് മെഷർ ചെയ്തിട്ട് Very good, very good. This can be directly found out from velocity diagram. അല്ലേ? From velocity diagram. ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. കാരണം velocity of PO is nothing but the length of the vector OP. അല്ലേ? ഈ ലെങ്ത് ഓഫ് ദ വെക്ടറിന് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റുമോ? Can I directly measure the vector OP and write it as the answer? ഇല്ല സർ, ആ 5 സെന്റിമീറ്ററിനെ ഡിവൈഡ് ചെയ്ത് സ്കെയിൽ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. വെരി ഗുഡ്. അതുകൊണ്ടാണ് ഓരോ നമ്മൾ കോൺഫിഗറേഷൻ ഡയഗ്രാം വരക്കുമ്പോഴും വെലോസിറ്റി ഡയഗ്രാം വരക്കുമ്പോഴും അതിന്റെ സൈഡിൽ മാൻഡേറ്ററി ആയിട്ട് യു ഷുഡ് മെൻഷൻ ദ സ്കെയിൽ, ബിക്കോസ് ദിസ് വിൽ ഓൾവേസ് കീപ് യു പോസ്റ്റഡ്. എപ്പോൾ നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കും. കാരണം വെച്ചാൽ വാട്ട് എവർ മെഷർമെന്റ്സ് യു ടേക്ക് ഫ്രം ദ വെലോസിറ്റി ഡയഗ്രാം ഇറ്റ് വിൽ ഓൾവേസ് ബി ഇൻ സെന്റിമീറ്റർ. നമുക്ക് വേണ്ടുന്ന സെന്റിമീറ്റർ അല്ല. സി വാട്ട് ഈസ് ആക്ച്വലി എ വെക്ടർ? വെക്ടർ ഈസ് എ മെത്തഡ് ഓഫ് റെപ്രസെന്റേഷൻ അല്ലെ. മീറ്റർ പെർ സെക്കൻഡ് എന്ന വാല്യൂവിനെ ഞാൻ വെക്ടേഴ്സ് ആയിട്ട് ഐ ആം സിംപ്ലി റെപ്രസെന്റിങ്. എന്തിനാണത്? ഓൺലി ഫോർ ദ ഈസ് ഓഫ് കാൽക്കുലേഷൻ. എനിക്ക് വെക്ടോറിയൽ അപ്രോച്ചിൽ ആൻസേഴ്സ് കിട്ടാൻ വേണ്ടി. സോ ഇഫ് യു മെഷർ ഒ പി ഫ്രം ദിസ് ഡയഗ്രാം യു വിൽ ഒബ്റ്റെയിൻ ഒ പി ആസ് എ സെന്റിമീറ്റർ വാല്യൂ. ഈ സെന്റിമീറ്റർ വാല്യൂ അല്ല എന്റെ ആൻസർ. ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ എത്രയാണോ സെന്റിമീറ്റർ കിട്ടുന്നത് മൾട്ടിപ്ലൈ ദാറ്റ് വിത്ത് 1.885. ദാറ്റ് വിൽ ഗിവ് യു വാട്ട്? ദാറ്റ് മച്ച് മീറ്റർ പെർ സെക്കൻഡ് വാല്യൂ ഓഫ് PO. Understood? മനസ്സിലാവുന്നുണ്ടോ? Yes sir. Very good. How will you find out omega PB? Omega PB എങ്ങനെ കണ്ടുപിടിക്കും? Velocity of PB. പറഞ്ഞോ, കറക്റ്റ് ആണ്. ആരാ പറഞ്ഞു? സംസാരിച്ചാരാ? VP VP by length. വെരി ഗുഡ്. ഒമേഗ PB എന്ന് പറഞ്ഞാൽ എന്താണ്? VPB ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ ലിങ്ക് PB ആണ് അല്ലേ? Yes sir. How will you find out VPB? velocity triangle. Velocity diagram. Very good. Again, get the value from the velocity triangle. ഇവിടെ എഴുതുന്ന കാണുന്നുണ്ടോ എന്ന് പറയണേ. VPB is nothing but what? ഇല്ല സർ, Length of the vector. കാണുന്നില്ല. കാണുന്നില്ല? കാണുന്നില്ല. ഓക്കെ, എവിടെ എഴുതിയ കാണൂലേ? Yes sir, കാണും. VPB എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ലെങ്ത് ഓഫ് ദ വെക്ടർ BP അല്ലേ? Measure BP from the velocity diagram. You will get the value in certain centimeter. Multiply this value using 1.885.
this much meter per second value you will obtain. അല്ലേ? Divide that meter per second value by length of the link PB. ഇതിന്റെ this was 2 meter അല്ലേ? 2 meter അല്ലേ? So divide this value by 2 meters. You will get the value of omega PB in radians per second. Clear ആണോ? Yes, sir. Yes, sir. Very good. Now let us come to the third one. മൂന്നാമത്തെ എന്താ? You are asked to find out the velocity of a point E which is at a distance or certain distance from the Gudgeon pin എന്നാണ് പറയുന്നത് അല്ലേ? Gudgeon pin എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന പിന്ന. ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് ആ? 1.5 മീറ്റർ അല്ലേ? ക്വസ്റ്റ്യൻ 1.5 മീറ്റർ ആയിരുന്നില്ലേ? വെരി ഗുഡ്. സോ 1.5 മീറ്റർ ഉള്ള ഡിസ്റ്റൻസിൽ you have a point E. You are asked to find out the value you're asked to find out the value of linear velocity of this point E. So ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്ന് ആലോചിച്ച് പറഞ്ഞ. ഇതിന്റെ ഡിസ്കഷൻ ഒക്കെ നമ്മൾ നടത്തി റേഷ്യോ എടുക്കണം. അതായത് ആദ്യം ചെയ്യേണ്ടത് എന്താ? ഐ ഹാവ് ടു ലൊക്കേറ്റ് ദിസ് പോയിന്റ് ഇ ഇൻ ദ വെലോസിറ്റി ഡയഗ്രം. വേണ്ടേ? അതാണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യം അങ്ങനെ ചിന്തിക്കുക. ഇതേ പോയിന്റ് എനിക്ക് വെലോസിറ്റി ഡയഗ്രത്തിൽ ലൊക്കേറ്റ് ചെയ്യണം. Now, where will I locate the point E? It should be located on the vector PB. അല്ലേ? ലിങ്ക് PB യിലാണ് ഇതുള്ളത്. സോ വെലോസിറ്റി വെക്ടർ കൺസേണിങ് PB, ആ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ലൈൻ സെഗ്മെന്റ് ആണ്. സോ E should be coming somewhere on PB. Now, how will you locate E? ഈ E എന്ന് പറഞ്ഞ പോയിന്റ് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യും? How are you going to locate the point E? അതിനെങ്ങനെ എഴുതുക? ഒന്ന് somebody tell me how you are going to frame that particular equation. ആ റേഷ്യോ ഇക്വേഷൻ എങ്ങനെ എഴുതും? Tell me. ആരെങ്കിലും പറഞ്ഞ how are you going to frame the equation? Ratio of PB by PE equal to capital PE by Okay, capital PE divided by capital PB. Okay, should be equal to what? vector PE divided by Yes, PB. Vector PE divided by vector PB. Vector PB. Okay. Assuming E is somewhere on this straight line. ഇതിന്റെ മേലെ എവിടെ E ഉണ്ടെന്നുള്ള അസംഷനിലാണ് എഴുതിയത് അല്ലേ? So from this equation what can we write? PE, the vector PE or distance of PE location can be written as what? Capital PE multiplied by PB divided by capital PB. അല്ലേ? Correct? Yes, sir. Right or wrong? Sir. Yes, sir. Yes. So, capital PE നമുക്കറിയാം 1.5 മീറ്റർ ആണ് അല്ലെ? ക്യാപിറ്റൽ PB നമുക്കറിയാം 2 meters ആണ്. വാട്ട് ഈസ് വെക്ടർ PB? ഈ ഡിസ്റ്റൻസ് ആണ് അല്ലെ? എല്ലാ ഡിസ്റ്റൻസും സെന്റിമീറ്ററിലേക്ക് എടുത്താൽ ഇത് 2 മീറ്റർ ആണ്, കൺവേർട്ടഡ് സെന്റിമീറ്റർ. സാധാരണ സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് മെഷർ ചെയ്താൽ, ഓൾറെഡി മെഷർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെ, ഇത് മെഷർ ചെയ്താൽ ഈ സെന്റിമീറ്ററും കിട്ടും. സോ ഓൾ ടുഗദർ ഫൈനലി യു വിൽ ഗെറ്റ് എ സർട്ടൻ സെന്റിമീറ്റർ വാല്യൂ അല്ലേ? കിട്ടും. ഈ സെന്റിമീറ്റർ വാല്യൂന് എടുത്താൽ എന്ത് ചെയ്യണം? ദിസ് ഈസ് നത്തിങ് കൺസേൺഡ് വിത്ത് വെലോസിറ്റി. വി ആർ സിംപ്ലി ഗോയിങ് ടു ലൊക്കേറ്റ് ദ പോയിന്റ് ഓൺ ദ വെക്ടർ അല്ലേ? സോ PE ആണ്, ദാറ്റ് മീൻസ് ദ ഡിസ്റ്റൻസ്. ഇവിടെ എത്രയാണോ വരുന്നത് ആ ഡിസ്റ്റൻസ് എന്താണ്? ദ ഡിസ്റ്റൻസ് ഷുഡ് ബി ഫ്രം P to E അല്ലേ? പിയിൽ നിന്ന് സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്ത് മാർക്ക് ചെയ്യേണ്ട ഡിസ്റ്റൻസ് ആണ് ഇവിടെ. ലെറ്റ് us assume we are obtaining E here. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ E കിട്ടി. ക്ലിയർ? ഇവിടത്തേക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഇവിടെ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും അല്ലെ? ആ വാല്യൂ നിങ്ങൾ എവിടെ നിന്ന് എടുക്കണം? സ്കെയിൽ ഉപയോഗിച്ചിട്ട് പോയിന്റ് പിയിൽ നിന്ന് മെഷർ ചെയ്ത് ഇങ്ങോട്ട് മുകളിലേക്ക് എടുക്കണം. കാരണം PE ആണ് ഇവിടെ കിട്ടുന്നത്, PE അല്ല. സോ യു വിൽ ഒബ്റ്റെയിൻ ദ പോയിന്റ് E. നൗ യു ഹാവ് ലൊക്കേറ്റഡ് ദ പോയിന്റ് E. ടിൽ നൗ നമ്മൾ ഇത് കണ്ടുപിടിച്ചില്ല. സോ നൗ ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് പർട്ടിക്കുലർ വെലോസിറ്റി എന്ത് ചെയ്യണം? ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി? From O. Very good. Join this point E with the fixed point O. അഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് പോയിന്റ്സിന്റെ പോയിന്റ് മാർക്ക് ചെയ്ത് വെലോസിറ്റി കണ്ടുപിടിക്കുന്നുണ്ടോ
അത് എന്ത് തന്നെയായാലും എന്ത് ചെയ്യണം അതിനെ? ജോയിൻ ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ് ഈ ടു ദ ഫിക്സഡ് പോയിന്റ്, അല്ലെങ്കിൽ ആ വെലോസിറ്റി ഡയഗ്രത്തിലെ പോളുമായിട്ട് അതിനെ ജോയിൻ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? Now look at this one, velocity of E. ഇവിടെ തന്നെ എഴുതാം. Okay, now how will you find out velocity of E? Velocity of E, this is equal to velocity of E or OE. ഇങ്ങനെയും എഴുതാം. velocity of E നെ velocity of OE എന്ന് എഴുതാം, അല്ലെ EO എന്ന് എഴുതാം. This is equal to what? Length of the vector OE. അല്ലേ? അല്ലേ? ഇതിന്റെ എറോ ഇങ്ങനെ ഉണ്ടാവും. ഓയിൽ നിന്ന് ഇയിലേക്ക് പോകുന്ന രീതിയിലാണ് ഇതിന്റെ എറോ ഹെഡ് ഉണ്ടാവുക. വെലോസിറ്റി ഓഫ് ദ വെക്ടർ OE. OE എന്താ ചെയ്യണ്ടേ? മെഷർ ചെയ്യാം. യു വിൽ ഗെറ്റ് എ പെർട്ടിക്കുലർ സെന്റിമീറ്റർ വാല്യൂ. സെന്റിമീറ്റർ വാല്യൂ ആണോ നമുക്ക് വേണ്ടത്? അല്ല, മീറ്റർ meter per second. So multiply this value using 1.885. You will get the meter per second value. Clear ആണോ? Yes sir. ഒന്ന് നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചോ. You have to solve this one and tell me the answers tomorrow. Okay? ഇതിനെ കൂടെ അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ പറയാനുണ്ട്. Just note down this one. Whatever you require, you please note down. And I'll move on to the next topic. Next topic means ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. നോട്ട് ചെയ്താ? Okay, fine. Now, along with this one, we have to understand about one more set of velocity value. ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനത്തെ ഒരു വെലോസിറ്റിനെ പറ്റിയുള്ള മെൻഷനിങ് ഉണ്ടാവാം. ഉറപ്പായിട്ടും ഉണ്ടാവണമെന്നല്ല, ചിലപ്പോൾ ഉണ്ടാവാം. That particular velocity is known as velocity of rubbing. RUBBING. Velocity of rubbing. ഈ വെലോസിറ്റി ഓഫ് റബ്ബിംഗ് എപ്പോഴും ഉണ്ടാകുന്നത് രണ്ട് ലിങ്ക്സ് തമ്മിൽ കോണ്ടാക്ട് വരുന്ന സമയത്താണ്. That means, see, this is the fixed link O. It is connected with the crank O, BO. അല്ലേ? So the velocity of rubbing can occur here. Now, the link OB, which is the crank, and the connecting rod PB are connected using a pin joint. ഇവിടെ ഒരു pin joint ഉണ്ട്. Again, between these two links, velocity of rubbing varam. Now, the slider P and the connecting rod PB are connected using a pin joint here. Between both these elements, there can arise what? Rubbing velocity. Next, the slider P is sliding over the fixed surface. ഈ fixed surface എന്ന് പറഞ്ഞാൽ O തന്നെയാണ്. Again, there can be occurrence of velocity of rubbing between these two elements also. ഇതിനാണ് velocity of rubbing എന്ന് പറയുന്നത്. Now, how will you find out velocity of rubbing? അതിന് imagine you have two bodies, രണ്ട് ലിങ്ക് ഉണ്ട് നിനക്ക്. They are connected using a pin joint. Okay. Now, ഈ pin joint radius R ആണെന്ന് വിചാരിക്കുക. Okay, what is R? The radius of the pin. ഇവിടെ യൂസ് ചെയ്യുന്ന കണക്ടർ പിന്നിന്റെ റേഡിയസ് ആണ്. And let the velocity of first body be V1, let the velocity of first one be V2. അല്ലെങ്കിൽ
Okay, rather than velocity, let it be omega 1, angular velocity, rotate ചെയ്യുന്നതല്ലേ. Let it be omega 2. Omega 1, omega 2 എന്നിരിക്കും angular velocities. So the velocity of rubbing at this junction or velocity of rubbing between 1 and 2 will be, എങ്ങനെ എഴുതാം velocity of rubbing? Okay, velocity of rubbing should be equal to what? Omega 1 minus omega 2 multiplied by r. Omega 1 minus omega 2 multiplied by r എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? സോറി, ഓപ്പോസിറ്റ് അല്ല, രണ്ടിന്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കണം. ഇഫ് ബോത്ത് ആർ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ, ഇത് ക്ലോക്ക് വൈസ് ആണ്, ഇതും ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഒമേഗ 1 മൈനസ് ഒമേഗ 2, ലാർജർ ആംഗുലർ വെലോസിറ്റി ഏത് ലിങ്കിനാണോ subtract that one from the lower and multiply the value with the radius of the pin. Now, if suppose the direction of velocities are opposite, ഈ ലിങ്ക് clockwise ഉം ഇത് ആന്റി clockwise ആണെന്ന് വിചാരിക്കുക. If the direction are opposite, then this equation becomes omega 1 plus omega 2 multiplied by r. Understood? Yes, sir. രണ്ടും തമ്മിൽ രണ്ട് ആംഗുലർ വെലോസിറ്റി ആഡ് ചെയ്യുന്ന എപ്പോഴാണ്? ബോത്ത് ആർ റൊട്ടേറ്റിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, രണ്ടും സെപ്പറേറ്റ് എപ്പോഴാണ്? സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അണ്ടർസ്റ്റുഡ്? ഓക്കെ, നൗ ഈ ക്വസ്റ്റ്യനിലും there can be questions regarding to calculate velocity of rubbing. നിങ്ങൾക്ക് ചിലപ്പം ഈ ഇവിടെയുള്ള പിന്നിന്റെ റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ തരും, ഇവിടെയുള്ള പിന്നിന്റെ റേഡിയസ് ഡയമീറ്റർ തരും, ഇവിടെയുള്ള പെന്നിന്റെ റേഡിയസ് ഡയമീറ്റർ തരും. തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി ഓഫ് റബ്ബിംഗ് ബിറ്റ്വീൻ ക്രാങ്ക് ആൻഡ് ദ ഫിക്സഡ് പോയിന്റ്, ബിറ്റ്വീൻ ക്രാങ്ക് ആൻഡ് കണക്ടിംഗ് റോഡ്, ബിറ്റ്വീൻ കണക്ടിംഗ് റോഡ് ആൻഡ് സ്ലൈഡർ, ബിറ്റ്വീൻ സ്ലൈഡർ ആൻഡ് ദ സർഫസ് അല്ലെങ്കിൽ സിലിണ്ടർ എന്ന് പറയും. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യേണ്ട സെയിം ഇക്വേഷൻസ് ആണ്. ബട്ട് ഇവിടെ ചെറിയ ഡിഫറൻസ് പറഞ്ഞാൽ ഇഫ് യു ആർ ഫൈൻഡിങ് ഔട്ട് ദ റബ്ബിംഗ് വെലോസിറ്റി ഓഫ് ബിറ്റ്വീൻ ക്രാങ്ക് ആൻഡ് ദ ഫിക്സഡ് സെന്റർ, ഇവിടെയുള്ള ഫിക്സഡ് സെന്ററും ക്രാങ്കും തമ്മിലുള്ള റബ്ബിംഗ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇതൊരു ഫിക്സഡ് പോയിന്റ് അല്ലേ? ഓ എന്ന് പറഞ്ഞ ഒരു ഫിക്സഡ് പാർട്ട് അല്ലേ? അതുമായിട്ടാണ് ക്രാങ്ക് ഫിക്സ് ചെയ്തത്. ദാറ്റ് മീൻസ് ദിസ് വോണ്ട് ഹാവ് എനി ആംഗുലർ വെലോസിറ്റി. ഈ ഫിക്സഡ് പാർട്ടിന് ഓർ ലിങ്ക് നമ്പർ 1 വോണ്ട് ഹാവ് എനി ആംഗുലർ വെലോസിറ്റി. സോ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി? യു വിൽ ഹാവ് ഓൺലി 1 ആംഗുലർ വെലോസിറ്റി. ഒ ബി എത്രയാണോ അതിന്റെ ആംഗുലർ വെലോസിറ്റി മാത്രമേ ഉള്ളൂ. മൾട്ടിപ്ലൈ ദാറ്റ് വൺ യൂസിങ് ദ റേഡിയസ് ഓഫ് ദ പിൻ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയുള്ള പിന്നിനെ നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് പിൻ എന്നാണ് വിളിക്കുക. ഓക്കെ, ക്രാങ്ക് ഷാഫ്റ്റ് പിൻ. ഇത് ക്രാങ്ക് ഷാഫ്റ്റ് പിൻ എന്നാണ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. കാരണം ഇവിടെയാണ് ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടാവുക, ക്രാങ്ക് ഷാഫ്റ്റിലാണ് ക്രാങ്ക് ഉണ്ടാവുക. ദിസ് പിൻ will be called as crank pin. കാരണം that is actually the crank, the part of the crank itself. Crank pin ആണ് വിളിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? ഇതിന് ചിലപ്പോൾ പിസ്റ്റൺ പിന്നെന്നോ ഗഡ്ജിയൻ പിന്നെന്നോ എന്ത് വേണ്ടിക്കും വിളിക്കാം, because it is connected with the piston. So if you are finding out the rubbing velocity between the crank and the fixed part, ഒരിക്കലും 2 ഒമേഗ അവിടെ ഉണ്ടാവില്ല. Only 1 omega. That omega will be the omega of the rotating crank, the angular velocity of the crank. So ആ സമയത്ത് ഇക്വേഷനിൽ പ്ലസോ മൈനസോ ഒന്നും ചിന്തിക്കണ്ട. You have to simply multiply the angular velocity of crank with the radius of the crankshaft pin. Clear? Yes, sir. Fine. Now coming to the next bodies, you have the connecting rod PB here and the crank here. You are asked to find out the rubbing velocity at the crank pin. രണ്ട് രീതിയിൽ ചോദിക്കാം. Okay, you will be asked to find you will be required to calculate the rubbing velocity between 2 elements or at a point. ഈ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിട്ട് വരാം. അതായത് സപ്പോസ് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം ഫൈൻഡ് ഔട്ട് ദ റബ്ബിംഗ് വെലോസിറ്റി ബിറ്റ്വീൻ കണക്ടിംഗ് റോഡ് ആൻഡ് ക്രാങ്ക്. ഇതിന്റെ സെയിം മീനിങ് തന്നെ വേറെ രീതിയിലും പറയാം, ഫൈൻഡ് ഔട്ട് ദ റബ്ബിംഗ് വെലോസിറ്റി അറ്റ് ദ ക്രാങ്ക് പിൻ. രണ്ടും ഒന്നാണ്. സോ റബ്ബിംഗ് വെലോസിറ്റി അറ്റ് ക്രാങ്ക് പിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്, ഇപ്പൊ ക്രാങ്ക് പിന്നിലുള്ള റബ്ബിംഗ് വെലോസിറ്റി കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും?
ആദ്യം ഒമേഗ 1 കണ്ടുപിടിക്കണം അല്ലെ. ഒമേഗ 1 എന്ന് പറഞ്ഞാൽ ദിസ് ഒമേഗ ഒ ബി, ക്രാങ്കിന്റെ ആംഗുലർ വെലോസിറ്റി. ക്ലിയർ ആണോ? Yes, sir. ഒമേഗ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ ഓഫ് പി ബി, കണക്ടിങ് റോഡിന്റെ ആംഗുലർ വെലോസിറ്റി. ഇത് രണ്ടും കണ്ടുപിടിക്കണം. നെക്സ്റ്റ് യു ഷുഡ് ഹാവ് ദ റേഡിയസ് ഓഫ് ക്രാങ്ക് പിൻ അല്ലെ. റേഡിയസ് ഓഫ് ക്രാങ്ക് പിൻ ഉണ്ടാവണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും? യു വിൽ പുട്ട് ഇൻ ദ ഇക്വേഷൻ. നിങ്ങൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? ഒമേഗ 1 മൈനസ് ഒമേഗ 2 എടുക്കും, ഒമേഗ 1 പ്ലസ് ഒമേഗ 2 എടുക്കും? Omega 1 minus Omega 1 minus omega. Omega 1 minus omega. തെറ്റിയില്ലേ? സർ ബോർഡിന്റെ സൈഡിൽ എഴുതിയത് കാണുന്നില്ല. ഇവിടെയുള്ള കാണുന്നില്ല? ഇല്ല ഇല്ല ഇക്വേഷൻ കാണുന്നുണ്ടോ? ഇല്ല കാണുന്നില്ല. ഇക്വേഷൻ കാണുന്നില്ലേ? അപ്പൊ റബ്ബിംഗ് വെലോസിറ്റി ഇക്വേഷൻ കണ്ടിട്ടില്ല? ഓക്കെ, ഞാൻ ഇത് ഇല്ല. മായ്ക്കുന്നില്ല. ഓക്കെ. Now are you able to see? ഇത് കാണുന്നുണ്ടോ? Yes, sir. sir. So omega 1 minus omega 2 multiplied by r വരുന്നത് എപ്പോഴാണ്? Same direction. If both the links are moving in the same direction, you will use omega 1 minus omega 2. Now omega 1 plus omega 2 എവിടെ യൂസ് ചെയ്യും? When the two bodies or links are rotating in the opposite direction or moving in the opposite direction. Now which one will you use to find out the rubbing velocity at the crank pin in this particular numerical? ഇതിൽ ഏതാ യൂസ് ചെയ്യാം? Omega 1 plus omega 2. സെയിം ഡയറക്ഷനിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത്? ആലോചിച്ച് നോക്ക്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് the crank is rotating in the clockwise direction അല്ലേ? Yes, sir. crank clockwise direction ആണെങ്കിൽ കണക്റ്റിംഗ് റോഡ് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം? ഇത് ഈ ഡയറക്ഷനിലല്ലേ റൊട്ടേറ്റ് ചെയ്യാം? Yes, sir. Omega 1 minus. ഇങ്ങോട്ട് വലിക്കുകയല്ലേ ചെയ്യാം? Yes, same direction. സെയിം ഡയറക്ഷൻ എങ്ങനെയാവുക? ഇത് ക്ലോക്ക് വൈസ്, ഇത് ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? Opposite direction. അല്ലേ? സി ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലേ? ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന് ഇങ്ങോട്ട് വലിക്കുകയല്ലേ ചെയ്യുന്നത്? കണക്റ്റിംഗ് റോഡ് ഈസ് ബീങ് പുൾഡ് ഓഫ് അല്ലേ? സോ കണക്റ്റിംഗ് റോഡിന് ഇഫ് യു വ്യൂ ഫ്രം ദ പോയിന്റ് ഓഫ് ദ ക്രാങ്ക് പിൻ, വാട്ട് വിൽ ബി ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ? ആന്റി ക്ലോക്ക് വൈസ് ആണ്, ഇങ്ങോട്ടാണ്. ഇതിങ്ങനെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ബട്ട് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്താ? ഇങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ആണ്. സോ ദേ ആർ ബോത്ത് ഹാവിംഗ് ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ഓഫ് റൊട്ടേഷൻ അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ യൂസ് ചെയ്യണം. Yes, sir. ഒമേഗ 1 പ്ലസ് ഒമേഗ 2 മൾട്ടിപ്ലൈഡ് ബൈ ആർ. വേർ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ റേഡിയസ് ഓഫ് ക്രാങ്ക് പിൻ. ഒമേഗ 1 എന്താണ്? ഒമേഗ ഓഫ് ഒ ബി. ഒമേഗ 2 എന്താണ്? ഒമേഗ ഓഫ് പി ബി. കറക്റ്റ്. നൗ സപ്പോസ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് the velocity of rubbing at gudgeon pin അല്ലെങ്കിൽ piston pin. ഈ പോയിന്റിലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്ത് ചെയ്യും? Omega PB into that radius of. കറക്റ്റ്. ഒമേഗ പി ബി മൾട്ടിപ്ലൈഡ് ബൈ രണ്ടാമത്തെ ഒരു ഒമേഗ ഉണ്ടാവില്ല. കാരണം എന്താ? രണ്ടാമത്തെ ബോഡി സ്ലൈഡർ ആണ്. സ്ലൈഡർ ഈസ് നോട്ട് Linear ആംഗുലർ വെലോസിറ്റി ബിക്കോസ് ഇറ്റ് ഈസ് ഓൾവേസ് റെസിപ്രോക്കേറ്റിംഗ് ബോഡി. ലീനിയർ വെലോസിറ്റി മാത്രമേ ഉള്ളൂ അല്ലേ? റെക്ലീനിയർ വെലോസിറ്റി മാത്രമേ ഉള്ളൂ. സോ ദ സ്ലൈഡർ ഡസന്റ് possess any omega or angular velocity. Hence, if you want to find out the velocity of rubbing at this point, you have to simply multiply the angular velocity of the connecting rod with the radius of the pin here. അല്ലേ? Yes, sir. ക്ലിയർ ആണോ? Yes, sir. അതൊന്ന് നോട്ട് Yes, sir. Yes, sir. ആ മൂന്ന് കേസ് ഒന്ന് നോട്ട് ചെയ്യും. വെലോസിറ്റി ഓഫ് റബ്ബിംഗ് അറ്റ് ദിസ് പോയിന്റ്, വെലോസിറ്റി ഓഫ് റബ്ബിംഗ് അറ്റ് ക്രാങ്ക് പിൻ, വെലോസിറ്റി ഓഫ് റബ്ബിംഗ് അറ്റ് പിസ്റ്റൺ പിൻ. This is known as piston pin. Okay, this can be called as piston pin അല്ലെങ്കിൽ gudgeon pin. Piston pin or gudgeon pin. This is piston pin, this is crank pin, this is crankshaft pin. ആ മൂന്ന് പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യും.
ഒരു ചെറിയൊരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ വരാം. നേരത്തെ തന്ന കോമൺ ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് യു മൈറ്റ് ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി ഓഫ് റബ്ബിംഗ് ഓൾസോ. ബട്ട് ഇൻ ദ കേസ് ഓഫ് 4 ബാർ മെക്കാനിസം എന്തായിരിക്കും? അവിടെ സ്ലൈഡർ ഇല്ല. സോ 2 പോയിന്റിൽ ഈ കേസാണ് വരിക. കാരണം 2 പോയിന്റിൽ എന്താ, ഇൻപുട്ട് ലിങ്കും ഔട്ട്പുട്ട് ലിങ്കും ഒരു ഭാഗം ഫിക്സ്ഡ് ആയിരിക്കും അല്ലെ. സോ അവിടെ ഇത് വരും. മറ്റേ രണ്ടിലും, അതായത് ഇൻപുട്ട് ലിങ്കും കപ്ലറും തമ്മിൽ ഈ കേസ് വരും. കപ്ലറും ഫോർത്ത് ലിങ്ക് ഔട്ട്പുട്ട് ലിങ്കും തമ്മിൽ വീണ്ടും ഇതിലേതെങ്കിലും ഒരു കേസ് വരും. റേഡിയസ് തരുമോ? ക്വസ്റ്റ്യനിൽ തരും. റേഡിയസ് ക്വസ്റ്റ്യനിൽ തരും. ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ റേഡിയസ് തന്നിട്ടുണ്ട് ആക്ച്വലി. ആ റേഡിയസ് വേണ്ടിക്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ, ഞാൻ പറയാം. അങ്ങനെ നിങ്ങൾ അതും കൂടി സോൾവ് ചെയ്തിട്ട് നാളെ എനിക്ക് പറഞ്ഞു തരണം. ഞാൻ പറയട്ടെ? ആ റേഡിയസും കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, ക്രാങ്ക് ഷാഫ്റ്റ് പിന്നിന്റെ ഡയമീറ്റർ 50 mm. 50. This is 50 mm. Radius is 50 mm. Sorry, radius അല്ല, diameter. Sorry, diameter ആണ്. Diameter is 50 mm. Diameter ആണ് തന്നിട്ടില്ല, radius അല്ല. Diameter of crank pin 60 mm. 60. Again, diameter D is equal to 60 mm. പിസ്റ്റൺ അല്ലെങ്കിൽ ക്രോസ് ഹെഡ് ഇവിടെയുള്ള ഡയമീറ്റർ 30 mm. ഡയമീറ്റർ ആണ്, റേഡിയസ് അല്ല. ഡയമീറ്റർ is 30 mm. Then find out the rubbing velocities at crankshaft pin, crank pin as well as piston pin അല്ലെങ്കിൽ ക്രോസ് ഹെഡ് പിൻ അല്ലെങ്കിൽ ഗഡ്ജൻ പിൻ. ഇവിടെയുള്ള റബ്ബിംഗ് വെലോസിറ്റീസ് കണ്ടുപിടിക്കാം. ഇവിടെയുള്ള പിന്നിന്റെ ഡയമീറ്റർ 50 mm ആണ്. ഇവിടെയുള്ള പിന്നിന്റെ ഡയമീറ്റർ 60 mm ആണ്, 60. ഇവിടെയുള്ള പിന്നിന്റെ ഡയമീറ്റർ 30 mm ആണ്, 30. ക്ലിയർ ആണോ? Yes sir. Okay. Now, till today നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്നെല്ലാം പറഞ്ഞാല് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആദ്യം നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി അപ്രോച്ചിൽ ഒരു 4 ബാർ മെക്കാനിസത്തിന്റെ ന്യൂമറിക്കൽ സോൾവ് ചെയ്തു. സെക്കൻഡ്ലി വി ഹാവ് ഡൺ എ ന്യൂമറിക്കൽ റിലേറ്റഡ് ടു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. ഓക്കെ, ദീസ് ആർ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ്. നൗ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരിക്കലും ജസ്റ്റ് സിംപ്ലി ടു അസസ് വെലോസിറ്റി മാത്രമായിരിക്കില്ല. You will be asked to find out different sets of accelerations also. See, velocity in the case നമ്മൾ എന്തൊക്കെ പഠിച്ചു? We directly found out what angular velocities of different links അല്ലേ? ക്രാങ്കിന്റെ ആംഗുലർ വെലോസിറ്റി, കണക്ടിംഗ് റോഡ് അല്ലെങ്കിൽ 4 ബാർ ആണെങ്കിൽ കപ്ലർ, ഏതിന്റെ ഔട്ട്പുട്ട് ലിങ്ക്, ഏതിന്റെയും ആംഗുലർ വെലോസിറ്റീസ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. സിമിലർലി ലീനിയർ വെലോസിറ്റീസ് ഓഫ് പെർട്ടിക്കുലർ പോയിന്റ്സ്, ഇപ്പൊ ഇതിൽ തന്നെ ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ, പി എന്ന് പറഞ്ഞ പോയിന്റ്, ഇതിന്റെയൊക്കെ ലീനിയർ വെലോസിറ്റീസ് കണ്ടുപിടിക്കാൻ പഠിച്ചു. Also, in addition to that, എന്താണ്, if suppose an additional point is being located on any one of the links, ആ പോയിന്റിന്റെ ലീനിയർ വെലോസിറ്റീസും കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഇതേപോലെ ഈ ക്വസ്റ്റ്യന്റെ കൂടെ അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇപ്പൊ ഇതിൽ നിങ്ങളോട് ചോദിച്ചത് എന്താണ്? ഫൈൻഡ് ഔട്ട് ദ ലീനിയർ ആംഗുലർ വെലോസിറ്റി ഓഫ് വിച്ച് വൺ? ദിസ് വൺ, കണക്ടിംഗ് റോഡ്. ലീനിയർ വെലോസിറ്റി ഓഫ് പോയിന്റ് ഇ, ലീനിയർ വെലോസിറ്റി ഓഫ് പോയിന്റ് പി ചോദിച്ചു. ഇതിന്റെ കൂടെ അടുത്ത സെറ്റ് ചോദിക്കാം, find out the angular acceleration of the connecting rod. Find out the linear acceleration of point P. Find out the linear acceleration of point E. Find out the angular acceleration of crank OB. Idum chodikam. So a 10 marks question relating to such kind of vectorial analysis will always contain acceleration അനാലിസിസ് ഓൾസോ. അതും കൂടിയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് 10 മാർക്സിന് വരൂ. നിങ്ങളോട് ജസ്റ്റ് സിംപ്ലി വെലോസിറ്റി മാത്രം ചോദിച്ചിട്ട് ഒരിക്കലും ഒരു 10 മാർക്കിന്റെ ചോദ്യം വരില്ല. മനസ്സിലാവുന്നുണ്ടോ?
യെസ് സർ. സോ ഈ വെലോസിറ്റി ഡയഗ്രാം വരച്ച സെയിം ഫോർമാറ്റിൽ നമ്മൾ ആക്സിലറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആക്സിലറേഷൻ ഡയഗ്രാംസും വരച്ചിട്ടാണ്. വാട്ട് ഈസ് ബേസിക്കലി ആക്സിലറേഷൻ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? ടൈം ഡിപെൻഡന്റ് വേരിയേഷൻ ഇൻ വെലോസിറ്റി ആണ് അല്ലെ. സോ ഇൻ ഓർഡർ ടു arrive at different values of acceleration, acceleration may be linear acceleration or angular acceleration, നമ്മുടെ അടുത്ത് ഉണ്ടാവേണ്ടത് എന്തൊക്കെയാണ്? We should have the values of linear velocities as well as angular velocities. വേണ്ടേ? ഈ വെലോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആംഗുലർ ആക്സിലറേഷൻസിലേക്ക് എത്താൻ പറ്റൂ, ഓർ സോറി എനി കൈൻഡ് ഓഫ് ആക്സിലറേഷനിൽ എത്താൻ പറ്റും. സോ ആക്സിലറേഷൻ അനാലിസിസ് ചെയ്യുന്നത് ആക്സിലറേഷൻ ഡയഗ്രാംസ് വരച്ചിട്ടാണ്. ബട്ട് ആക്സിലറേഷൻ ഡയഗ്രാംസ് വരക്കണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി വാല്യൂസ് ഉണ്ടാവണം. വെലോസിറ്റി വാല്യൂസ് കിട്ടണ്ടെങ്കിൽ എന്തുണ്ടാവണം? വെലോസിറ്റി ഡയഗ്രാംസ് ഉണ്ടാവണം അല്ലേ? സോ അൾട്ടിമേറ്റ്ലി ദ 10 മാർക്ക് ക്വസ്റ്റ്യൻ ക്യാൻ ബി സോൾവ്ഡ് ബൈ going through a step-wise procedure. ആ step-wise procedure-ൽ ഫസ്റ്റ് സ്റ്റെപ്പ് കോൺഫിഗറേഷൻ ഡയഗ്രാം വരക്കൽ തന്നെ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഫൈൻഡിങ് ഔട്ട് ദ ബേസിക് വെലോസിറ്റീസ്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് വെലോസിറ്റി കണ്ടുപിടിക്കണം. ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യണം? യു ഹാവ് ടു തേർഡ് സ്റ്റെപ്പ് ഡ്രോ ദ വെലോസിറ്റി ഡയഗ്രാം. വെലോസിറ്റി ഡയഗ്രാം എന്ത് ചെയ്യണം? അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് എല്ലാം സെപ്പറേറ്റ് എഴുതി വെക്കണം. ഫൈൻഡ് ഔട്ട് ദ റിക്വയർഡ് വെലോസിറ്റീസ്. വെലോസിറ്റീസ് കണ്ടുപിടിച്ചതിന് ശേഷം ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അതിന് ഒരു ഇൻപുട്ട് വെലോസിറ്റി, നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം ഈ പോയിന്റ് ബിന്റെ ലീനിയർ വെലോസിറ്റി കണ്ടുപിടിച്ച പോലെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് വാല്യൂ ഓഫ് ആക്സിലറേഷൻ കിട്ടണം. ആ ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മാഗ്നിറ്റ്യൂഡിൽ ഒരു വാല്യൂ കിട്ടിയാൽ ഈ വെലോസിറ്റിനെ ഡിവൈഡഡ് ബൈ 5 ചെയ്തിട്ടില്ലേ, അതേപോലെ ആ ആക്സിലറേഷനെ ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാം? അതിനെ സ്കെയിൽ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് വി ഹാവ് ടു ഡ്രോ ആക്സിലറേഷൻ ഡയഗ്രാം. വെലോസിറ്റി ഡയഗ്രാം വരച്ചാൽ എങ്ങനെയാണോ അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്സിലറേഷൻ ഡയഗ്രാം വരക്കുക. അതെങ്ങനെയാണെന്നുള്ളത് വി വിൽ ഡിസ്കസ്. ആക്സിലറേഷൻ ഡയഗ്രാംസ് വരച്ചതിന് ശേഷം യു ഹാവ് ടു ടേക്ക് അപ്പ് ഓർ ഫൈൻഡ് ഔട്ട് ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് വാല്യൂസ് ഫ്രം ദ ആക്സിലറേഷൻ വെക്ടേഴ്സ്. അതിൽ നിന്ന് വാല്യൂസ് എടുത്തിട്ട് റീസ്കെയിൽ ചെയ്ത്, അതായത് സ്കെയിലിനെ കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വി ഷുഡ് arrive at different required values of what? Accelerations. പറയുന്ന പോയിന്റ്സ് ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? Yes, sir. Fine. So we will continue with acceleration analysis tomorrow. എന്താ ചെയ്യേണ്ട? ഈ ന്യൂമറിക്കല് ഞാൻ പറഞ്ഞ അതേ പ്രൊസീജിയറിൽ നിങ്ങൾ യൂസിങ് യുവർ ജോമെട്രിക്കൽ ബോക്സ്, ജോമെട്രിക്കൽ അപ്പാരറ്റസസ് ആൻഡ് ഒരു വൈറ്റ് ഷീറ്റ് ഓഫ് പേപ്പറിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ വരക്കുക, അല്ലെങ്കിൽ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ വരക്കുക, കോൺഫിഗറേഷൻ വരക്കുക. അതിന്റെ നിയർ ബൈ ഞാൻ പറഞ്ഞ അതേ പ്രൊസീജിയറിൽ എന്ത് ചെയ്യുക? വെലോസിറ്റി ഡയഗ്രാം വരക്കുക. ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റീസ്, ഫൈൻഡ് ഔട്ട് ദ ഡിഫറെന്റ് റബ്ബിംഗ് വെലോസിറ്റീസ്. ഇതിന്റെ ആൻസേഴ്സ് നാളെ എനിക്ക് പറഞ്ഞു തരണം. ക്ലിയർ? Okay, sir. Yes, sir. Okay. Just attendance കൂടി ഒന്ന് പറയാം. Then we'll wind up the class for today.